നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി നമ്മൾ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതുകയുണ്ടായി. നീറ്റ് 2025 കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം അടക്കമുള്ള 13 മെഡിക്കൽ കോഴ്സുകൾക്ക് നീറ്റിന് ലഭിച്ച മാർക്ക് അനുസരിച്ച് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ തയ്യാറാക്കുകയാണ്. നാം എല്ലാവരും നീറ്റ് 2025 അപ്ലൈ ചെയ്യുകയും പരീക്ഷ എഴുതുകയും ജൂൺ 14-ാം തീയതി അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. നമുക്കെല്ലാം ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്കും ഓൾ ഇന്ത്യ കാറ്റഗറിയും അതുപോലെ ഒരു നീറ്റിന് ലഭിച്ച മാർക്കുമൊക്കെ നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. എന്നാൽ കേരളത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം നടത്തുന്നത് കേരള എൻട്രൻസ് കമ്മീഷനാണ്. അത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് പ്രവേശനം നടത്തുന്നത്. കീം 2025 കഴിഞ്ഞ ഫെബ്രുവരിയിൽ CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും മെഡിക്കൽ എന്ന കോഴ്സ്, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ് എന്ന് വെച്ച എല്ലാവരും അവർ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് കേരളയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ സമയമായിരിക്കുന്നു. അതായത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് കേരള എൻട്രൻസ് കമ്മീഷണർ കടന്നിരിക്കുന്നു. നമ്മൾ നീറ്റ് എക്സാം എഴുതി അതിൻ്റെ മാർക്കും അതിൻ്റെ ഡീറ്റെയിൽസുമെല്ലാം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിവിധ സ്റ്റേറ്റ് ബോർഡുകൾക്ക്, സ്റ്റേറ്റ് എൻട്രൻസ് അതോറിറ്റികൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. അതിന് ലിങ്ക് അയച്ചിരിക്കുന്നു. ആ നീറ്റിൻ്റെ ഡാറ്റാബേസിൽ നിന്നുമാണ് കേരള എൻട്രൻസ് കമ്മീഷണർ നമ്മളുടെ മാർക്ക് എടുക്കുന്നത്. NTAയുടെ വെബ്സൈറ്റിൽ നിന്നും അല്ലെ നീറ്റിൽ നിന്നും നമ്മളുടെ മാർക്ക് മാത്രമാണ് കേരള എൻട്രൻസ് കമ്മീഷണർ എടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഫെബ്രുവരിയിൽ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപേക്ഷിച്ച അതേ ഡേറ്റയാണ് ഉപയോഗിക്കുന്നത് കേരളത്തിലെ മെഡിക്കൽ പ്രവേശനത്തിന്. നമ്മളുടെ കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, നമ്മളുടെ കാറ്റഗറി, മൈനോറിറ്റി, NRI എല്ലാ ഡീറ്റെയിൽസും കീമിന് അപ്ലൈ ചെയ്തതാണ് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റിന് ഉപയോഗിക്കുന്നത്. നമ്മൾ നീറ്റിൻ്റെ മാർക്കാണ് കേരളയുടെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിന് അപ്ലൈ ചെയ്ത എല്ലാവരും അവരുടെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരളയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും അപ്പോൾ നമുക്ക് നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നമ്മളുടെ നീറ്റിന് അപ്ലൈ ചെയ്ത് നമ്മളുടെ ഡീറ്റെയിൽസ് ലഭ്യമാകും. അത് നമ്മളുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക, കൺഫേം ചെയ്യുക. അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ 25 അല്ല 26-ാം തീയതിയോടുകൂടി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിനനുസരിച്ച് കേരളത്തിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഏതാണ്ട് 1.25 ലക്ഷം വിദ്യാർത്ഥികളോടും അതിൽ ക്വാളിഫൈ ചെയ്ത 75,000-ഓളം വിദ്യാർത്ഥികളുടെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഒരു ലിസ്റ്റിൻ്റെ രൂപത്തിൽ ഒരു PDF ആയിട്ട് കേരള എൻട്രൻസ് കമ്മീഷണർ കേരളയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ഏതാണ്ട് 4-5 ദിവസത്തിന് ശേഷം, അതായത് ആഗസ്റ്റ് 1 കാറ്റഗറി റാങ്കും കേരള എൻട്രൻസ് കമ്മീഷണർ പ്രസിദ്ധീകരിക്കും. ഓരോ വിഭാഗത്തിലും ഈഴവ, മുസ്ലിം, EWS, സ്പോർട്സ്, NRI, മൈനോറിറ്റി, PWD എന്നിങ്ങനെ ഓരോ വിഭാഗത്തിലും നമ്മളുടെ കേരള മെഡിക്കൽ റാങ്ക് എത്രാമത്തെ പൊസിഷനിലാണ്, എത്രാമത്തെ സീരിയൽ നമ്പറിലാണ് എന്നുള്ളത് കാറ്റഗറി റാങ്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ പ്രവേശന സാധ്യതകൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ഘട്ടം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം സുപരിചിതമായിരിക്കും. എങ്കിലും നോട്ടിഫിക്കേഷനിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നീറ്റിൻ്റെ ഫലം ഓൺലൈനായി സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ ഒന്നും ബൈ പോസ്റ്റ് അയക്കുകയോ ഇമെയിൽ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. കേരളയുടെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും എൻ്റർ ചെയ്ത് നീറ്റിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, അതിൻ്റെ ഡാറ്റ നമ്മളുടെ തന്നെയാണെന്ന് ഉറപ്പാക്കി കൺഫേം ചെയ്താൽ മാത്രം മതിയാകും. സർക്കാർ MBBS, BDS കോളേജുകളുടെ സ്റ്റേറ്റ് കോട്ട സീറ്റുകളിലേക്കും NRI, മൈനോറിറ്റി ഉൾപ്പെടെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്കും ഒക്കെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് പ്രവേശനം. അതുപോലെ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി അങ്ങനെയുള്ള എല്ലാ കോഴ്സുകൾക്കും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് പ്രവേശനം നടത്തുന്നത്. 21-ാം തീയതി, ജൂലൈ 21-ാം തീയതി രാത്രി 12 മണി വരെയാണ് നീറ്റിൻ്റെ ഡീറ്റെയിൽസ് കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള അവസാന അവസരം.
ce.kerala.gov.in എന്ന വെബ്സൈറ്റാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ഹോം പേജിൽ ലോഗിൻ ചെയ്ത് നീറ്റ് UG 2025 റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നീറ്റിന് കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ആഡ് ചെയ്യുക. നീറ്റിൻ്റെ സ്കോർ കാർഡ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. അത് നിങ്ങൾ വെരിഫൈ ചെയ്ത് നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നീറ്റിൻ്റെ ഫലം, നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് എടുക്കാം. ഇതാണ് നമ്മളുടെ ഔദ്യോഗികമായ രേഖ. നമ്മൾ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് എങ്ങാനും നമ്മളത് വന്നില്ലെങ്കിലും നമ്മൾ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്തു എന്നുള്ളതിന് ഈ ഒരു PDF നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. സാധാരണ കുറച്ച് കുട്ടികളെങ്കിലും, ഒരു 10% കുട്ടികളെങ്കിലും ഇത് അറിയാതെ പോവുകയും അവർ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് കേരളയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരികയോ കേരളത്തിലെ മെഡിക്കൽ പ്രവേശനം MBBS ആണെങ്കിലും BDS ആണെങ്കിലും അത് NRI ആണെങ്കിലും അതുപോലെ അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് ഏത് കോഴ്സിലാണെങ്കിലും കേരള അലോട്ട്മെൻറ്റ് വഴി പ്രവേശനം ലഭ്യമല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് കീമിന് അപ്ലൈ ചെയ്ത എല്ലാവരും നീറ്റിൻ്റെ ഡീറ്റെയിൽസ് കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അവരവരും ചെയ്യണം, അവരവരുടെ കൂട്ടുകാർ ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യണം. കേരള മെഡിക്കൽ ഫലം ഏതാണ്ട് ജൂലൈ 25, 26 തീയതികളിലൊക്കെ ആയിരിക്കും വെബ്സൈറ്റിൽ ഒരു ലിസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതനുസരിച്ച് നമുക്ക് നീറ്റിൻ്റെ മാർക്ക്, നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക്, അതനുസരിച്ച് ലഭ്യമായിരിക്കുന്ന കേരള മെഡിക്കൽ റാങ്കിൽ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേരളത്തിലെ മെഡിക്കൽ പ്രവേശനത്തിൽ MBBSന് സ്വകാര്യ മേഖലയിലും BDSന് സ്വകാര്യ മേഖലയിലുമുള്ള NRI സീറ്റുകളിലേക്ക് ഫെബ്രുവരി മാസവും ഈ കഴിഞ്ഞ ജൂൺ മാസവും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്തവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് ജൂലൈ 21 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. അവർക്ക് ഒരു NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട അവശ്യം രേഖകൾ കറക്റ്റ് ചെയ്യാനായിട്ട് മെമ്മോ വന്നിരിക്കുന്നവർക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള സാവകാശം ജൂലൈ 21 തീയതി വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റും ആഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ ആഗസ്റ്റ് 1 തീയതി 2 തീയതി ഒക്കെ കേരള മെഡിക്കലിൻ്റെ കാറ്റഗറി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചതിന് ശേഷം ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് ആരംഭിക്കും. ആദ്യം കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് മേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും അലോട്ട്മെൻ്റ് ആയിരിക്കും ഒരുമിച്ച് ആരംഭിക്കുന്നത്. അതിൻ്റെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമായിരിക്കും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലെയുള്ള 11 മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും BPharmൻ്റെയും ഒക്കെ അലോട്ട്മെൻറ്റ് കേരള എൻട്രൻസ് കമ്മീഷണർ ആരംഭിക്കുന്നത്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന അനുസരിച്ച് ജൂലൈ 30 കേരള മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിക്കുകയും അതിൻ്റെ ഷെഡ്യൂൾ എന്നാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇത് എക്സാക്ട്ലി ഈ ഡേറ്റ് ആയിക്കൊള്ളണം നിർബന്ധമില്ല. ഇത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതാണ് സ്റ്റേറ്റ് കൗൺസിലിംഗ്. ഇതിനിടയിൽ തന്നെയാണ് എല്ലാ സ്റ്റേറ്റിൻ്റെയും അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തേണ്ടത്. അപ്പോൾ ഇതിനിടയിൽ കൃത്യമായിട്ട് എത്ര ദിവസമാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. ഓഗസ്റ്റ് 14 തീയതിക്കുള്ളിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും മുഴുവൻ തുകയും അടച്ച് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കുകയും ചെയ്യണം MBBSും BDSും. അപ്പോൾ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് ഏതാണ്ട് ജൂലൈ 30 മുതൽ ആഗസ്റ്റ് 14 തീയതി വരെയുള്ള ഡേറ്റുകളിലായിരിക്കും നടക്കുന്നത്. അതിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ഗവൺമെൻറ് MBBS, സെൽഫ് ഫിനാൻസിങ് MBBS, NRI MBBS, അതുപോലെ തന്നെ ഗവൺമെൻറ് BDS, സെൽഫ് ഫിനാൻസിങ് BDS എന്നിവ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രിഫറൻസ് ഓർഡർ സബ്മിറ്റ് ചെയ്യാനായി ഒരു 4-5 ദിവസങ്ങൾ കേരള എൻട്രൻസ് കമ്മീഷൻ അനുവദിക്കും. അതിനുശേഷം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം 14 തീയതിക്കുള്ളിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് മുഴുവൻ തുകയും അടച്ച് കോളേജുകളിൽ നേരിട്ട് ചെന്നാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഉറപ്പാക്കേണ്ടത്. നീറ്റ് 2025 അതിന് ലഭിച്ച മാർക്കിൻ്റെയും റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആകമാനമുള്ള MBBS, BDS, മറ്റുള്ള സ്റ്റേറ്റുകളിലെ മെഡിക്കൽ അലോട്ട്മെൻറ്റ്, കേരളത്തിലെ മെഡിക്കൽ അലോട്ട്മെൻറ്റുകളൊക്കെ ആരംഭിക്കുകയായി. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 21 തീയതിയും കേരള അലോട്ട്മെൻറ്റ് ജൂലൈ 30 തീയതിയുമായിരിക്കും ആദ്യഘട്ടം ആരംഭിക്കുന്നത്. അതിനുശേഷം മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ഓഗസ്റ്റ് 10 കേരള വെബ്സൈറ്റിൽ ആരംഭിക്കും. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻസ് അതാത് സമയങ്ങൾ ബിർലൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.